ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരി ഡേ ഇൻ കാൽക്കുലേറ്റിംഗ്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള 9ാമത്തെ വീഡിയോയാണിത്. ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് പോകാം. 2023 ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം നേടിയ മലയാളിയാണ് ജിതിൻ എം വിജയൻ. 2023 ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം നേടിയ മലയാളി ജിതിൻ എം വിജയനാണ്. സ്കൈ ഡൈവിംഗിലെ നേട്ടങ്ങൾക്കാണ് ജിതിൻ എം വിജയന് നാഷണൽ ടെൻസിംഗ് നോർഗെ അഡ്വഞ്ചർ പുരസ്കാരം ലഭിച്ചത്. കരയിലോ കടലിലോ വായുവിലോ നടത്തുന്ന സാഹസിക പ്രകടനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം എന്ന് പറയുന്നത്. 2023 ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം നേടിയ മലയാളി ജിതിൻ എം വിജയനാണ്. കേന്ദ്ര സർക്കാരാണ് നാഷണൽ ടെൻസിംഗ് നോർഗെ അഡ്വഞ്ചർ പുരസ്കാരം നൽകുന്നത്. സ്കൈ ഡൈവിംഗിലെ നേട്ടങ്ങൾക്കാണ് ജിതിൻ എം വിജയന് പുരസ്കാരം ലഭിച്ചത്. കരയിലോ കടലിലോ വായുവിലോ നടത്തുന്ന സാഹസിക പ്രകടനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബാറ്റിംഗ് കോച്ചായി നിയമിതനായത് സീതാൻഷു കൊടക് ആണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബാറ്റിംഗ് കോച്ചായി നിയമിതനായത് സീതാൻഷു കൊടക്. നിലവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീറും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബൗളിംഗ് കോച്ച് മോനെ മോർക്കലുമാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബാറ്റിംഗ് കോച്ചായി നിയമിതനായതാണ് സീതാൻഷു കൊടക്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബൗളിംഗ് കോച്ച് മോണി മോർക്കൽ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബാറ്റിംഗ് കോച്ച് സീതാൻഷു കൊടക്. പ്രഥമ ഖോ ലോകകപ്പ് 2025 വേദിയായത് ന്യൂഡൽഹിയാണ്. 2025 ആദ്യമായിട്ട് ഖോ ലോകകപ്പ് നടക്കുന്നത്. പ്രഥമ ഖോ ലോകകപ്പിന് വേദിയായത് ന്യൂഡൽഹിയാണ്. പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഖോ ലോകകപ്പ് ജേതാക്കളായത് ഇന്ത്യയാണ്. 2025 നടന്ന പ്രഥമ ഖോ ലോകകപ്പിൽ പുരുഷ വിഭാഗം ജേതാക്കളായതും വനിതാ വിഭാഗം ജേതാക്കളായതും ഇന്ത്യ തന്നെയാണ്. പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഇന്ത്യ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് നേപ്പാളിനെയാണ്. പ്രഥമ ഖോ ലോകകപ്പ് 2025 പുരുഷ വിഭാഗം ജേതാക്കൾ ഇന്ത്യ, റണ്ണറപ്പ് നേപ്പാൾ. വനിതാ വിഭാഗം ജേതാക്കൾ ഇന്ത്യ, റണ്ണറപ്പ് നേപ്പാൾ. പ്രഥമ ഖോ ലോകകപ്പിന് 2025 വേദിയായത് ന്യൂഡൽഹിയുമാണ്. ഇന്ത്യൻ സൈന്യത്തിനായി അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച മൈക്രോ മിസൈൽ കൗണ്ടർ ഡ്രോൺ സിസ്റ്റത്തിന്റെ പേരാണ് ഭാർഗവസ്ത്ര. ഇന്ത്യൻ സൈന്യത്തിനായി അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച മൈക്രോ മിസൈൽ കൗണ്ടർ ഡ്രോൺ സിസ്റ്റത്തിന്റെ പേരാണ് ഭാർഗവസ്ത്ര. ഡ്രോണുകളെ പ്രതിരോധിക്കാനായി ഇന്ത്യ വികസിപ്പിച്ച മൈക്രോ മിസൈൽ സിസ്റ്റമാണ് ഭാർഗവസ്ത്ര. ഡ്രോണുകളെ പ്രതിരോധിക്കാനായി ഇന്ത്യ നിർമ്മിച്ച മൈക്രോ മിസൈൽ സിസ്റ്റമാണ് ഭാർഗവസ്ത്ര എന്ന് പറയുന്നത്. എക്കണോമിക്സ് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് ആണ് മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എക്കണോമിക്സ് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് ആണ് ഭാർഗവസ്ത്ര എന്ന മൈക്രോ മിസൈൽ സിസ്റ്റം വികസിപ്പിച്ചത്. നിരവധി ഡ്രോണുകളുടെ കൂട്ടത്തിന്റെ ഭീഷണിയെ ചെറുക്കുന്നതിനായിട്ടാണ് ഭാർഗവസ്ത്ര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തിനായി അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച മൈക്രോ മിസൈൽ കൗണ്ടർ ഡ്രോൺ സിസ്റ്റത്തിന്റെ പേരാണ് ഭാർഗവസ്ത്ര. മാതാപിതാക്കളുടെയോ മക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശം മതവിശ്വാസത്തിനുള്ള മൗലിക അവകാശത്തിന്റെ ഭാഗമാണെന്ന് വിധിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. മാതാപിതാക്കളുടെയോ മക്കളുടെയോ ജീവിത പങ്കാളിയുടെയോ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശം മതവിശ്വാസത്തിനുള്ള മൗലിക അവകാശത്തിന്റെ ഭാഗമാണെന്ന് വിധിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. 2025 എസ് ഗുപ്തൻ നായർ പുരസ്കാര ജേതാവ് ഡോക്ടർ SK വസന്തനാണ്. 2025
എസ് ഗുപ്തൻ നായർ പുരസ്കാര ജേതാവ് ഡോക്ടർ എസ് കെ വസന്തനാണ്. മലയാള സാഹിത്യത്തിലെ പ്രമുഖ വിമർശകനും പ്രഭാഷകനും അധ്യാപകനുമായ എസ് ഗുപ്തൻ നായരുടെ പേരിൽ നൽകുന്ന പുരസ്കാരമാണ് എസ് ഗുപ്തൻ നായർ പുരസ്കാരം. എസ് ഗുപ്തൻ നായർ പുരസ്കാരത്തിന് 2025 അർഹനായത് ഡോക്ടർ എസ് കെ വസന്തനാണ്. 2025 75-ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട ഇംഗ്ലീഷ് നോവലിസ്റ്റാണ് ജോർജ് ഓർവെൽ. 2025 75-ാം ചരമവാർഷികം ആചരിക്കപ്പെട്ട ഇംഗ്ലീഷ് നോവലിസ്റ്റാണ് ജോർജ് ഓർവെൽ. CRPFന്റെ പുതിയ ഡയറക്ടർ ജനറലാണ് ഗ്യാനേഷ് പ്രതാപ് സിംഗ്. CRPFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ഗ്യാനേഷ് പ്രതാപ് സിംഗ് ആണ്. അടുത്തിടെ ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളായ പിക്സലിന്റെയും ദിഗന്തരയുടെയും ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമാണ് ട്രാൻസ്പോർട്ടർ 12. അടുത്തിടെ ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളായ പിക്സലിന്റെയും ദിഗന്തരയുടെയും ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ച ബഹിരാകാശ ദൗത്യമാണ് ട്രാൻസ്പോർട്ടർ 12. അടുത്തിടെ ISRO വിജയകരമായി പരീക്ഷിച്ച റീസ്റ്റാർട്ട് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിനാണ് വികാസ്. അടുത്തിടെ ISRO വിജയകരമായി പരീക്ഷിച്ച റീസ്റ്റാർട്ട് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിനാണ് വികാസ്. വിക്രം അംബലാൽ സാരാഭായി എന്നതാണ് വികാസ് എന്നതിന്റെ പൂർണ്ണരൂപം. വിക്രം അംബലാൽ സാരാഭായി എന്നതാണ് വികാസ് എന്നതിന്റെ പൂർണ്ണരൂപം. വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനും വേണ്ടി വിക്ഷേപണ വാഹനത്തിന്റെ ലിക്വിഡ് സ്റ്റേജ് പുനഃപ്രവർത്തിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഇതിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തിടെ ISRO വിജയകരമായി പരീക്ഷിച്ച റീസ്റ്റാർട്ട് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിനാണ് വികാസ്. ISROയുടെ ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗമായി ഉപയോഗിക്കുന്നത് ഈ വികാസ് റോക്കറ്റ് എഞ്ചിനാണ്. വികാസ് റോക്കറ്റ് എഞ്ചിന്റെ നിർമ്മാതാക്കൾ ISRO ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ആണ്. അടുത്തിടെ ISRO വിജയകരമായി പരീക്ഷിച്ച റീസ്റ്റാർട്ട് സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിനാണ് വികാസ്. വികാസ് എന്നതിന്റെ പൂർണ്ണരൂപം വിക്രം അംബലാൽ സാരാഭായി എന്നതാണ്. വികാസിന്റെ നിർമ്മാതാക്കൾ ISRO ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ ആണ്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച താരം നൊവാക് ജോക്കോവിച്ച് ആണ്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച താരം സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് ആണ്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടങ്ങൾ നേടിയ പുരുഷ താരമെന്ന റെക്കോർഡും നൊവാക് ജോക്കോവിച്ചിന്റെ പേരിൽ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടങ്ങൾ നേടിയ പുരുഷ താരം എന്ന റെക്കോർഡ് നൊവാക് ജോക്കോവിച്ചിന്റെ പേരിലാണ്. 24 തവണയാണ് നൊവാക് ജോക്കോവിച്ച് ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ നേടിയിരിക്കുന്നത്. രണ്ടാം സ്ഥാനത്തുള്ളത് റാഫേൽ നദാലും 3-ാം സ്ഥാനത്തുള്ളത് റോജർ ഫെഡററുമാണ്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം മത്സരങ്ങൾ കളിച്ച താരം നൊവാക് ജോക്കോവിച്ച് ആണ്. ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിരീടങ്ങൾ നേടിയ പുരുഷ താരവും നൊവാക് ജോക്കോവിച്ച് തന്നെയാണ്. 38ാമത് ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് ഡൽഹി ഹൈക്കോടതി. 38ാമത് ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതിയാണ്. കളരിപ്പയറ്റ് വിദ്യാർത്ഥിനിയായ ഹർഷിത യാദവ് സമർപ്പിച്ച റിട്ട് ഹർജിയിലാണ് ഡൽഹി ഹൈക്കോടതി 38ാമത് ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റിനെ ഒരു മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന് വിധി പ്രസ്താവിച്ചത്. 2024 നടന്ന 37ാമത് ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് ഒരു മത്സര ഇനമായിരുന്നു. 37ാമത് ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കിയ താരമാണ് ഹർഷിത യാദവ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ കളരിപ്പയറ്റിനെ ദേശീയ ഗെയിംസിൽ നിന്നും ഒഴിവാക്കണം എന്ന് തീരുമാനിച്ചതിനെ തുടർന്നാണ് ഹർഷിത യാദവ് റിട്ട് ഹർജി സമർപ്പിച്ചത്. 38ാമത് ദേശീയ ഗെയിംസിൽ കളരിപ്പയറ്റ് മത്സര ഇനമായി ഉൾപ്പെടുത്തണമെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് ഡൽഹി ഹൈക്കോടതി. അടുത്തിടെ ചൈനയിൽ നിന്നും വിക്ഷേപിച്ച പാകിസ്ഥാന്റെ സാറ്റലൈറ്റ് ആണ് PRSE-E01.
അടുത്തിടെ ചൈനയിൽ നിന്നും വിക്ഷേപിച്ച പാകിസ്ഥാന്റെ സാറ്റലൈറ്റ് ആണ് PRSC-E01. പാകിസ്ഥാന്റെ ആദ്യത്തെ ഇൻഡിജീനിയസ് ഇലക്ട്രോ ഒപ്റ്റിക്കൽ സാറ്റലൈറ്റ് ആണ് PRSC-E01. പാകിസ്ഥാന്റെ ആദ്യത്തെ ഇൻഡിജീനിയസ് ഇലക്ട്രോ ഒപ്റ്റിക്കൽ സാറ്റലൈറ്റ് ആണ് PRSC-E01. ലോങ് മാർച്ച് 2D എന്ന വിക്ഷേപണ വാഹനത്തിലാണ് PRSC-E01 വിക്ഷേപിച്ചത്. ലോങ് മാർച്ച് 2D എന്ന വിക്ഷേപണ വാഹനത്തിലാണ് PRSC-E01 എന്ന സാറ്റലൈറ്റ് വിക്ഷേപിച്ചത്. അടുത്തിടെ ചൈനയിൽ നിന്നും വിക്ഷേപിച്ച പാകിസ്ഥാന്റെ സാറ്റലൈറ്റ് ആണ് PRSC-E01. പാകിസ്ഥാന്റെ ആദ്യത്തെ ഇൻഡിജീനിയസ് ഇലക്ട്രോ ഒപ്റ്റിക്കൽ സാറ്റലൈറ്റ് ആണ് PRSC-E01. PRSC-E01ന്റെ വിക്ഷേപണ വാഹനം ലോങ് മാർച്ച് 2D എന്ന റോക്കറ്റാണ്. കൂടംകുളം ആണവോർജ പദ്ധതിക്കായി ന്യൂക്ലിയർ റിയാക്ടർ വെസലുകൾ അയക്കുന്ന രാജ്യം റഷ്യയാണ്. കൂടംകുളം ആണവോർജ പദ്ധതിക്കായി ന്യൂക്ലിയർ റിയാക്ടർ വെസലുകൾ അയക്കുന്ന രാജ്യം റഷ്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് ആണ് ശൂന്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലൈയിങ് ടാക്സി പ്രോട്ടോടൈപ്പ് ആണ് ശൂന്യ. ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ സ്ഥാപിച്ചത് സിക്കിമിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ സ്ഥാപിച്ചത് സിക്കിമിലാണ്. സിക്കിമിലെ സോറങ് ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ സ്ഥാപിച്ചത്. ഹാനികരമായ രാസവസ്തുക്കൾ, കീടനാശിനികൾ എന്നിവയുടെ ഉപയോഗം ഒഴിവാക്കി ജൈവികമായ രീതിയിലും പരിസ്ഥിതി മലിനീകരണം കുറച്ചും മത്സ്യകൃഷി ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഓർഗാനിക് ഫിഷറീസ് ക്ലസ്റ്റർ സ്ഥാപിച്ചത് സിക്കിമിലെ സോറങ് ജില്ലയിലാണ്. അടുത്തിടെ അന്തരിച്ച കാശ്മീർ ദി അൺടോൾഡ് സ്റ്റോറി എന്ന പുസ്തകം രചിച്ച മാധ്യമ പ്രവർത്തകയാണ് ഹുംറ ഖുറൈഷി. അടുത്തിടെ അന്തരിച്ച കാശ്മീർ ദി അൺടോൾഡ് സ്റ്റോറി എന്ന പുസ്തകം രചിച്ച മാധ്യമ പ്രവർത്തകയാണ് ഹുംറ ഖുറൈഷി. 2025 ജനുവരിയിൽ പരീക്ഷണ വിക്ഷേപണം വിജയകരമാക്കിയ ബ്ലൂ ഒറിജിന്റെ കൂറ്റൻ റോക്കറ്റാണ് ന്യൂ ഗ്ലെൻ. അടുത്തിടെ പരീക്ഷണ വിക്ഷേപണം വിജയകരമാക്കിയ ബ്ലൂ ഒറിജിന്റെ കൂറ്റൻ റോക്കറ്റാണ് ന്യൂ ഗ്ലെൻ. 2024 അഴീക്കോട് സ്മാരക അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുത്തത്? മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ ശ്രീ കെ ജയകുമാറിനെ. 2024 അഴീക്കോട് സ്മാരക പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് മുൻ ചീഫ് സെക്രട്ടറിയും എഴുത്തുകാരനുമായ കെ ജയകുമാറിനെയാണ്. ഗ്രാമീണ മേഖലയിലെ CDS ഗ്രൂപ്പുകൾക്ക് കീഴിൽ നാടൻ തണ്ണിമത്തനുകൾ കൃഷി ചെയ്ത് വേനൽക്കാലത്ത് വിപണിയിലെത്തിക്കുന്ന കുടുംബശ്രീ മിഷന്റെ പദ്ധതിയാണ് വേനൽ മധുരം. ഗ്രാമീണ മേഖലയിലെ CDS ഗ്രൂപ്പുകൾക്ക് കീഴിൽ നാടൻ തണ്ണിമത്തനുകൾ കൃഷി ചെയ്ത് വേനൽക്കാലത്ത് വിപണിയിലെത്തിക്കുന്ന പദ്ധതിയാണ് വേനൽ മധുരം പദ്ധതി. ഗ്രാമീണ മേഖലയിലെ CDS ഗ്രൂപ്പുകൾക്ക് കീഴിൽ നാടൻ തണ്ണിമത്തനുകൾ കൃഷി ചെയ്ത് വേനൽക്കാലത്ത് വിപണിയിലെത്തിക്കുന്ന കുടുംബശ്രീ മിഷന്റെ പദ്ധതിയാണ് വേനൽ മധുരം. പദ്ധതി ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയാണ്. കേരളത്തിലെ ഒരു സമീപകാല പഠനമനുസരിച്ച് ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ മിന്നലാക്രമണം നടക്കുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ്? കോട്ടയം ജില്ലയിൽ. കേരളത്തിലെ സമീപകാല പഠനമനുസരിച്ച് ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ മിന്നലാക്രമണം നടക്കുന്നത് കോട്ടയം ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സെമി കണ്ടക്ടർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ സെമി കണ്ടക്ടർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്നത് ആന്ധ്രാപ്രദേശിലാണ്. 2025 ജനുവരിയിൽ അറസ്റ്റിലായ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റാണ് യൂൻ സുക് യോൾ. 2025 ജനുവരിയിൽ അറസ്റ്റിലായ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റാണ് യൂൻ സുക് യോൾ. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച ദുരന്ത സാധ്യതാ മുന്നറിയിപ്പാണ് കവചം. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച ദുരന്ത സാധ്യതാ മുന്നറിയിപ്പാണ് കവചം.
കവചം എന്നതിന്റെ പൂർണ്ണരൂപം കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. കവചം എന്നതിന്റെ പൂർണ്ണരൂപം കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്നതാണ്. സംസ്ഥാനമൊട്ടാകെ 126 സൈറണുകളും സ്ട്രോബ് ലൈറ്റുകളുമാണ് കവചം സംവിധാനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരിക്കുന്നത്. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ച ദുരന്ത സാധ്യത മുന്നറിയിപ്പാണ് കവചം. 2025 ഭിന്നശേഷിക്കാരുടെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ഇന്ത്യയാണ്. 2025 ഭിന്നശേഷിക്കാരുടെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ഇന്ത്യയാണ്. റണ്ണറപ്പ് ഇംഗ്ലണ്ടാണ്. 2025 ഭിന്നശേഷിക്കാരുടെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയായ രാജ്യം ശ്രീലങ്കയുമാണ്. 2025 ഭിന്നശേഷിക്കാരുടെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് വേദിയായത് ശ്രീലങ്ക, ജേതാക്കളായത് ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഇംഗ്ലണ്ടിനെയുമാണ്.